കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ബി.ജെ.പി വിടാൻ ആവശ്യപ്പെട്ട് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഗഡ്കരി മഹാവികാസ് അഘാഡിയിൽ ചേരണം. പാർട്ടി അധികാരത്തിൽ വന്നാൽ മന്ത്രിപദം നൽകുമെന്നും ഉദ്ധവ് താക്കറെ അറിയിച്ചു. പസൌദിൽ റാലിക്കിടെയാണ് പരാമർശം. അഖിലശ്രീ നൽകും വിവരങ്ങൾ. അഖിലശ്രീ, നേരത്തെ തന്നെ നിതിൻ ഗഡ്കരിയെ ഉദ്ധവ് താക്കറെ ക്ഷണിച്ചിരുന്നു മഹാവികാസ് അഘാഡിയിലേക്ക്. ഇപ്പോൾ നിതിൻ ഗഡ്കരിക്ക് ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ട് പാർട്ടിയുമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ വീണ്ടും ഈ ക്ഷണം? തീർച്ചയായും വിനീത്, ഇത് രണ്ടാമത്തെ തവണയാണ് ഉദ്ധവ് താക്കറെ നിതിൻ ഗഡ്കരിയെ ബി.ജെ.പി വിട്ട് തങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെടുന്നത്. അവഹേളിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും ബി.ജെ.പി വിട്ട് തങ്ങളുടെ പക്ഷം ചേരണമെന്നും തങ്ങൾ അധികാരത്തിൽ വന്നാൽ സുപ്രധാനമായ പദവിയും മന്ത്രിസ്ഥാനവും സുപ്രധാനമായ വകുപ്പും മന്ത്രിസ്ഥാനവും നൽകുമെന്നും ഉദ്ധവ് താക്കറെ വാക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ അഴിമതി ആരോപണം നേരിട്ട കൃപാശങ്കർ സിംഗ് വരെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിയുടെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെ നിതിൻ ഗഡ്കരിയോട് തങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം ചേർന്നാൽ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഈ സമയത്ത് തന്നെ നടപ്പിലാക്കുന്നതിൽ സംശയമുണ്ടെന്നും ഹിന്ദുക്കളും സിഖുകാരും പാഴ്സികളും എന്നാൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്നും നമ്മുടെ ഉദ്ധവ് താക്കറെ പറയുന്നു. വിനിത, രണ്ടാം തവണയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയെ മഹാവികാസ് അഘാഡി സഖ്യത്തിലേക്ക് ഉദ്ധവ് താക്കറെ ക്ഷണിക്കുന്നത്. ചെറിയൊരു ക്ഷണമായി നമുക്കതിനെ കാണാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും ഇത് എന്നുറപ്പാണ്. അഖിലശ്രീയാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.